ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തേത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഉണ്ടാക്കാൻ പറ്റുന്ന അതുപോലെ ഒട്ടും എണ്ണ ചേർക്കാത്ത മസാലയൊന്നും ഇല്ലാത്ത ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് 3/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമുക്ക് നല്ലോണം വറ്റിച്ചെടുക്കാൻ വേണ്ടത്. ഇതിലുള്ള വെള്ളമൊക്കെ നല്ലോണം വറ്റി ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ അതിലേക്ക് ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. നമ്മളിതിൽ ചെറിയ സൈസുള്ള ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചെമ്മീനായിരിക്കും ഇതിന് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ അതും ഇട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ കൂടുതൽ മസാല ഒന്നും ചേർക്കുന്നില്ല, ഓയിൽ ചേർക്കുന്നില്ല. ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും പ്രായമായവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കുക വേണ്ടത്. ഇതിലേക്ക് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഈ ഒരു ചെമ്മീൻ തന്നെ വെള്ളം ഇറങ്ങി വരും. ആ ഒരു വെള്ളത്തിൽ തന്നെ നമ്മളിത് വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പോളം തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. നമുക്കിതിൽ തേങ്ങ കൂടിയത്ര നമ്മൾ ഈ ഒരു ഡിഷിന് ടേസ്റ്റ് കൂടും. അപ്പോൾ അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ തേങ്ങയിലിട്ടത് കൊണ്ട് തന്നെ ഉപ്പ് ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിന് നല്ലോണം ഡ്രൈ ആയിട്ട് കിട്ടേണ്ടതാണ്. വെള്ളത്തിൻ്റെ അംശമില്ലാതെ നല്ല ഡ്രൈ ആയി കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റൂ, ഈ ഒരു അട ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അല്ലെങ്കിൽ ഒലിഞ്ഞു പോവും, നമ്മുടെ ഈ ഒരു അപ്പം പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലോണം ഡ്രൈ ആയി കിട്ടുന്നവരെ നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ചെമ്മീൻ പീരൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യം പത്തൽ പൊടിയാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ പുഴുങ്ങലരി പൊടിച്ചിട്ടാണ് ഈ ഒരു പത്തൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചരി കൊണ്ട് നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിപ്പൊടി നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് ഇതുപോലെ ചെറിയ ഉരുളകളായിട്ട് മാറ്റി വെക്കാം. ഇനി ചെറിയ ഉരുളകൾ ഇതുപോലെ പരത്തിയ ശേഷം ഈ ഒരു പണ്ടം വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് വേണം നമ്മളിതുപോലെ ചെയ്യാൻ. പിന്നെ നല്ലോണം തിന്നാക്കാതെ ഒരു മീഡിയം സൈസുള്ള ആ ഒരു രീതിയിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഫില്ല് ചെയ്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. ആവിയിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നതും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണ് ഇതിൻ്റെ ഈ ഒരു നമ്മൾ പുഴുങ്ങലേരിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ. ആവിയിൽ വേവിക്കുന്ന സമയത്ത് ഇതുപോലെ വാഴയില വെച്ച് അതിലേക്ക് നമ്മൾ അട വെച്ച് വീണ്ടും വാഴയില വെച്ച് അതിലേക്ക് അട വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് അടുത്തടുത്ത് വെക്കാതെ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം വെക്കാൻ. മുട്ടിക്കഴിഞ്ഞാൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതുപോലെ എല്ലാം വേവിച്ചെടുക്കാം. കുറഞ്ഞ സമയം കൊണ്ട് സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു ചെമ്മീൻ വെച്ചിട്ട് തന്നെ ചെയ്യണമെന്നില്ല. ചിക്കൻ വെച്ചിട്ട് ഇറച്ചിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഇതുപോലെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണേ. ഇത് വേവിക്കാൻ 20 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് വെന്തതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നമ്മൾ ഇതുപോലെ വെക്കാം. അതിന് നല്ല ചൂടാറിയതിന് ശേഷം നമുക്കിത് മാറ്റാം. ചൂടോടുകൂടി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ റെഡിയാക്കിയെടുക്കുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.